ഇന്ന് നമ്മൾ എത്തിയത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ ഇതാണ് റെയിൽവേ, നിലമ്പൂർ റെയിൽവേ, നിലമ്പൂർ റോഡ്. അവിടുത്തെ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പാലക്കാട്ടേക്കുള്ള ട്രെയിന്. അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അവിടുത്തെ കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് ഒന്ന് വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുക, ട്രെയിനിലൊക്കെ ഒന്ന് കയറുക. ഇവിടെ ഒന്നോ ഇവിടെ ഇങ്ങോട്ട് വാ. അപ്പോൾ എന്നാൽ ഞങ്ങൾ പാലക്കാട് വരെ ഒന്ന് പോയിട്ട് വരാം. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇനി പാലക്കാട് വെച്ച് കാണാം. ഓക്കെ. ഇപ്പോൾ നമ്മളെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളൊരു പാലക്കാട് യാത്രയുമായിട്ട് വന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു പാലക്കാട് വണ്ടി ഷൊർണൂർ ഭാഗത്തേക്ക് നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പോൾ വളരെ ഭംഗിയാക്കി, വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമൊക്കെ അതിൻ്റെ ആ ഒരു ട്രെയിനിൻ്റെ അതേ നീളത്തിൽ തന്നെ 16ഓളം ബോഗികൾക്ക് നിൽക്കാവുന്ന കണ്ടീഷനിലുള്ള സെറ്റപ്പൊക്കെ അവിടെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വയനാട്ടുകാരുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു റെയിൽവേ എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ അവസാനം. അതായത് നമുക്ക് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, ആ കാണുന്നത് ഈ നിലമ്പൂർ റെയിൽവേൻ്റെ അവസാനമാണ് ആ കാണുന്നത്. അവിടെയാണ് ഈ പാത അവസാനിക്കുക. റെയിൽവേൻ്റെ അവസാനം, റെയിൽവേയുടെ അവസാനം ഷൊർണൂർ ഭാഗത്തു നിന്ന് വന്ന് നിലമ്പൂരിൽ റെയിൽവേയുടെ അവസാന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വയനാടിലൂടെ അങ്ങ് നഞ്ചങ്കോട്, മൈസൂർ, ബാംഗ്ലൂരിലേക്ക് ഈ പാത ഇതാണ് നമുക്ക് അങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോവേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ സജീവ പരിഗണനയിലുള്ള ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാത അത് അടുത്ത യാഥാർത്ഥ്യമാവുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടുത്തെ ഓരോ വികസന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അതാണ് അറ്റം. ഈ ഒരു പാതയുടെ, റെയിൽവേ നിലമ്പൂർ പാതയുടെ, ഷൊർണൂർ നിലമ്പൂർ പാതയുടെ അവസാനത്തെ അറ്റമാണ് അവിടെ നിന്നാണ് നമുക്ക് ഇനി അത് വയനാട് വഴി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ വിവരങ്ങളാണ് ഇവിടെ കാണുവാനുള്ളത്. എന്തായാലും നമ്മുടെ മക്കൾക്കെങ്കിലും അടുത്ത വരുന്ന നല്ലൊരു ഭരണകൂടം ഈ ഒരു വളരെ അടുത്ത്, മൈസൂരും ബാംഗ്ലൂരൊക്കെ വളരെ അടുത്ത് വരുന്ന ഈ റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഷൊർണൂർ ഭാഗത്തുനിന്ന് നിലമ്പൂരിലേക്ക് ഒരു റെയിൽ പാതയുണ്ട്. ആ പാത അവസാനിക്കുന്ന ഭാഗത്താണ്. ഇവിടെയാണ് ഇത് അവസാനിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ വയനാട്, മലപ്പുറം ജില്ലേൻ്റെ വഴിക്കടവ് ഭാഗത്തിലൂടെയൊക്കെ സർവേ നടന്നിട്ടുണ്ട്. അതിലെ കൊണ്ടുപോയിട്ട് നമ്മുടെ മേപ്പാടി, അതുപോലെ വയനാട് ജില്ലയുടെ അതിന് സർവേകൾ നടക്കുന്നുണ്ട്. അത് നേരെ കൊണ്ടുപോയി നമ്മുടെ നഞ്ചങ്കോട്ടേക്ക്, കർണാടകയിലെ നഞ്ചങ്കോട്ടേക്ക് കണക്ട് ചെയ്യാനുള്ള നിലമ്പൂർ വയനാട് നഞ്ചങ്കോട് പാതയുടെ അവസാന ഭാഗമായ ലാസ്റ്റ് അവസാനമായിട്ടാണ് ഇവിടെ ഈ നിലമ്പൂർ ഭാഗത്ത് നിലമ്പൂർ ഭാഗത്ത് അവസാനിക്കുന്ന ഭാഗമാണിത്. ഇവിടെ നിന്നാണ് നമുക്ക് ഇനി വയനാട് വഴി അങ്ങോട്ട് കർണാടകയിലേക്ക് ഈ ലൈന് നീട്ടാനുള്ളത്. ഇതിൻ്റെ സർവേകളും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മുടെ ഈ സ്വപ്ന പദ്ധതി വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാവട്ടെ എന്നാണ് നമുക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ളതും കാര്യങ്ങൾ നടക്കുവാനുള്ളതും. ഓക്കെ. ഇതാണ് ആ ട്രെയിനിലെ ബോർഡ്. നാഗർകോവിൽ, കോട്ടയം, നിലമ്പൂർ, കോട്ടയം, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കൊല്ലം അങ്ങോട്ട് പോകുന്നൊരു ട്രെയിനാണ് ഈ കാണുന്നത്. നമ്മളിന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനാണിത്. അവിടുത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു കാഴ്ച പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് ഈ ഒരു കാഴ്ച വല്ലാത്തൊരു അനുഭവമായിരിക്കും. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ, നല്ല നല്ല വീഡിയോകൾ ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.